ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് വമ്പയർ തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് നമ്മൾ ഇന്നലെ നൈറ്റ് കുതിർത്തെടുത്ത് വെച്ച വമ്പയറാണ്. നന്നായിട്ട് കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ട് വിസിലിൽ നമ്മളെ വമ്പയർ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ വമ്പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്തെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ല സിമ്മിലാണ്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വമ്പയർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യും. നമുക്ക് ഈ വമ്പയറിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വേവാനൊന്നുമില്ല, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വൻപയർ നല്ല പാകമായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ അടിപൊളിയാണ് കേട്ടോ തോരന്. ഇത്രയേ ഉള്ളൂ നമ്മളെ വമ്പയർ തോരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.